ഹലോ ഗൈസ്, ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷ എപ്പിസോഡ് 6 എല്ലാവർക്കും സ്വാഗതം. റിവ്യൂ വീഡിയോ അതാണ് നമ്മൾ ചെയ്യണത്. റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാ എപ്പിസോഡിലും പോലെ ഇന്നുകൊണ്ട് ഗ്രൂപ്പ് തിരിക്കൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ റനീഷ ആദ്യം തന്നെ ഒരു മാസ്ക് ആയിട്ട് വന്നിട്ട് ചോദിക്കുക, ഈ മാസ്കിനെ കുറിച്ച് ചോദിക്കുക. അവിടെ കുറച്ച് ടോക്സ് നടക്കും. മാസ്കിനെ കുറിച്ച് ചോദിച്ച ശേഷം അപ്പൊ ഗ്രൂപ്പ് ഡിവൈഡ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും അവരവർക്ക് താല്പര്യമുള്ള ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അഖിൽമാരാണോ, രഞ്ജിനിയാണോ, റിയാസാണോ, റനീഷയാണോ, അപ്പൊ അവരവർക്കുള്ള മാസ്ക് ഓരോരോ സീറ്റിൽ വെച്ചിട്ടുണ്ട്. റോ ഉണ്ടല്ലോ, 1, 2, 3, 4 എന്നുള്ള 4 റോയ്സ് ഉണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആരാണോ അഖിൽമാരാണെങ്കിൽ അഖിൽമാരുടെ റോ ഏതാണോ അവിടെ പോയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നുണ്ട്. അപ്പൊ അവർക്ക് ചൂസ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് 2 സീറ്റ് വേക്കേണ്ടി വരും. അപ്പൊ 2 സീറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇൻഫിനിറ്റി പെൻ കിട്ടിയതാർക്കൊക്കെയാണ്, അവർക്ക് ഒരു ഇതുണ്ട്, യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ, രചനയോ ഷിൻജിത്ത്, അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാം എവിടെ പോയിരിക്കണം എന്നുള്ളത്. അപ്പൊ റനീഷയുടെ സീറ്റിൽ 2 വേക്കൻ ഉണ്ടായിരുന്നു. അപ്പൊ ഷിൻജിത്ത് അവിടെ തന്നെ ഇരിക്കാം എന്നുള്ളതാണ്. രചന യൂസ് ചെയ്തത് അവിടെ വേറെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആരെങ്കിലും ഇവിടെ സ്വാപ്പ് ചെയ്തിട്ട് ഇവിടെ ഇരുത്താം, അല്ലെങ്കിൽ അവിടെ പോയി ഇരിക്കാം. അതാണ് അവർക്ക് കിട്ടിയ അഡ്വാൻറ്റേജ്. അപ്പൊ അതിൽ രചന ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എയ്ബിൻ എവിടെന്ന് വെച്ചു, അഖിൽമാരാർ എവിടെയെന്ന് വെച്ചു, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി. അഖിൽമാരോ റിയാസ് എവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ ലേഡി അവിടെ പോയിരുന്നു. അങ്ങനത്തെ ഒരു പവറാണ് അവർക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് വേറെ പുതിയൊരു ടോപ്പിക്കാണ്, പുതിയൊരു സംഭവമാണ് അവിടെ കൊടുക്കുന്നത്. പുതിയൊരു ടോപ്പിക് കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ടോപ്പിക് കൊടുക്കും. ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇത്ര ലിമിറ്റഡ് ടൈമിനുള്ളിൽ സംസാരിക്കുക എന്നുള്ളതാണ് ആ പുതിയ ടോപ്പിക്കിന്റെ ഒരു ലക്ഷ്യം. അതിലിപ്പോ കുറച്ച് ആൾക്കാർ വന്നു, ഒരു 6 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ലോലിറ്റ, ശ്യാം, ഷിബിന, ഷാമോൻ, ജെറ്റി ആൻഡ് രാകേഷ്. ഇവർക്കും ഓരോരുത്തർക്കും ഓരോരോ ടോപ്പിക് വെച്ച് കൊടുക്കും. അവരതിനെ കുറിച്ച് ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ സംസാരിക്കുക, സെയിം സാധനം കൊടുക്കുക. അതിനുശേഷം നമുക്ക് മെയിൻ ടാസ്കിലേക്കാണ് വന്നത്. മെയിൻ ടാസ്ക് എന്ന് പറയുമ്പോൾ ബോട്ടിൽ ടാസ്ക്കാണ്. ബോട്ടിൽ വെക്കുന്നു, ഡിഫെൻഡ് ചെയ്യുന്നു, ഇതൊക്കെ തന്നെയാണ് ടാസ്കിലൊരു പരിപാടി. ഈ ടാസ്ക് ചെയ്തിട്ട് ആ ടാസ്കിൽ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ അഖിലും രഞ്ജിനിയും തമ്മിലുള്ള ടീംസ് തമ്മിലാണ് ആദ്യം മത്സരിച്ചത്. ആ മത്സരം എന്ന് വെച്ചാൽ ആ ടാസ്കിൽ ജയിക്കുന്നത് രഞ്ജിനിയുടെ ടീമാണ് ആ ടാസ്കിൽ ജയിക്കുന്നത്. അതിനുശേഷം റിയാസിന്റെയും റനീഷയുടെയും ടീമാണ് മത്സരിക്കുന്നത്. അതിലും ജയിക്കുന്നത് റിയാസിന്റെ ഗ്രൂപ്പാണ് അതിൽ ജയിക്കുന്നത്. അതിൽ തന്നെ ഗുഡ് പെർഫോമറും നല്ല ഇൻഡിവിജ്വലി എല്ലാ പെർഫോമൻസും കാഴ്ചവെച്ചായിട്ട് കിട്ടുന്നത് ഇൻഫിനിറ്റി പെണ്ണം കിട്ടുന്നുണ്ട്. വൈശാഖ്, ഷിബിന, ഷിജിനാൻ, അഫിയാനാനാസ് അങ്ങനത്തെ ടീം ഉണ്ടല്ലോ, എനിക്കത് വായി കിട്ടുന്നില്ല. ആ ടീമുള്ള ലേഡി അവർക്കൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ ഈ ഷിബിനക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാണുമ്പോൾ തന്നെ തോന്നും എന്തിനാണോ കൊടുത്തത്, അല്ലെങ്കിൽ എന്ത് പർപ്പസിനാണോ കൊടുത്തത് നമുക്ക് തോന്നില്ല. കാരണം എവിടെയോ ഒന്നും കാണുന്നില്ല, ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. എവിടേക്കോ ആളുണ്ടെന്ന് വെച്ചാൽ ആൾ അവിടെ ഉണ്ട്, ആ കോർണറിലുണ്ട്. പക്ഷെ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഫീൽ ചെയ്യണില്ല, കണ്ടാൽ നമുക്ക് തോന്നുന്നില്ല ഒന്നും ഫീൽ ചെയ്യാനായിട്ട്. പിന്നെ ഈ മൊത്തത്തിൽ ഈ പെർഫോമേഴ്സ് വീക്കായിട്ട് ഔട്ട് ഹൗസ് ഇടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് പേര് ഔട്ട് ഹൗസ് കൊണ്ടിട്ടുണ്ട്. ഔട്ട് ഹൗസ് കൊണ്ടിട്ടതിൽ ആരൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോണി, അഭിറാം, സബീറ, റിജോ, ഷിൻജിത്ത്, എൽദോ, ഷിജുലാൽ, ജെറ്റി ആൻഡ് പ്രണവ്, ഇത്രയും പേരെ അവിടെ കൊണ്ട് ഔട്ട് ഹൗസിൽ കൊണ്ടിടുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാം. അതിനുശേഷം കൺവിൻസ് ചെയ്തിട്ട് ഇവർ കൺവിൻസ്ഡ് ആണെങ്കിൽ ഓക്കെ, 2 പേര് കൺവിൻസ് ആയിട്ടുണ്ടെങ്കിൽ അവർ സേവ് ആയിട്ടുണ്ടാവും. അപ്പൊ ഒരാള് കൺവിൻസ്ഡ് അല്ലെങ്കിൽ വേറെ ആളും കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ, വീണ്ടും സേവ് ആണ്. പിന്നെ അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ ചിലവർക്കൊക്കെ ഒരു സെക്കൻഡ് ചാൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ എവിക്ഷൻ വന്ന സമയങ്ങളിൽ ഒരാള് ലൈഫ് എക്സ്പീരിയൻസ്, സോണി എന്ന് പറഞ്ഞ ഒരു ലേഡി ലൈഫ് എക്സ്പീരിയൻസ്, അവർക്ക് വേറെ എല്ലാവരെക്കാട്ടും കൂടുതൽ ലൈഫ് എക്സ്പീരിയൻസ് അവർക്ക് ഉള്ളതായിട്ട് അവിടെ പറയുകയാണ്. എനിക്ക് വല്ലാത്ത ലൈഫ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ വേറെ ആള് പറയണത് ഒരു സബീറ അവിടെ പോയിട്ട് മദർ കാർഡ് ഇറക്കും. ഓരോരോ കാർഡ് ഉണ്ടല്ലോ, മദർ കാർഡ് ഇറക്കും, പിന്നെ ലൈഫ് എക്സ്പീരിയൻസിന്റെ കാർഡ് ഇറക്കും, അങ്ങനെ ഓരോ കാർഡുകൾ ഇറക്കാം. പക്ഷെ എന്ത് ചെയ്യാം, എവിക്ഷൻ വന്നപ്പം സോണി പോയി, സബീറ, റിജോൻ, ജെറ്റി, ഈ 4 പേരും എവിക്ഷൻ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇവരെ കാർഡ് ഇറക്കിയിട്ട് ഒരു കാര്യത്തിലും ഉപകാരത്തിൽപ്പെട്ടില്ല. കാർഡുകളെല്ലാം കീറിപ്പോയി, അവിടെ ചീഞ്ഞുപോയി. എന്നിട്ട് അവർ ഔട്ടായി. ഔട്ട് ഹൗസിലേക്ക് പോയവരെല്ലാം പുറത്തായി. ഔട്ട് ഹൗസിൽ പോയി 4 പേരും അഗ്നിപരീക്ഷന്റെ പുറത്തായി. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന സംഭവങ്ങൾ. അപ്പൊ
എല്ലാവരും കാണുന്നവരെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.